വയനാട്ടിലെ കുറിച്യ തറവാടുകളിൽ മകം കുളിപ്പിക്കൽ ചടങ്ങ് നടത്തി. കന്നിമാസത്തിലെ 2ാം മകത്തിലാണ് കുറിച്യ തറവാട്ടുകാർ ചടങ്ങ് നടത്തുക. മക്കളെ വിറ്റിട്ടെങ്കിലും മകം കുളിപ്പിക്കണം എന്ന തറവാട്ടുകാരനവരുടെ പഴമൊഴിയിൽ ഇന്നും മുറ തെറ്റാതെ ഇവർ ചടങ്ങ് നടത്തിവരുന്നു. സസ്യജാലങ്ങളെയും പ്രകൃതിയെയും സംരക്ഷിക്കുന്നതിൽ കുറിച്യ സമുദായത്തിന്റെ പങ്ക് വെളിപ്പെടുത്തുന്ന ചടങ്ങാണ് മകം കുളിപ്പിക്കൽ ചടങ്ങ്. കന്നിമാസത്തിലെ ആദ്യ മകമായ ചാലിമകം നാടുവാഴികൾക്കും 2ാം മകം കാടുവാഴികൾക്കുമാണ് സമർപ്പിച്ചിരിക്കുന്നത്. ഈ പാരമ്പര്യ ആചാരമനുസരിച്ച് പാടത്തിറക്കിയ നെൽകൃഷിയെ ദൈവത്തിന് സമർപ്പിക്കാനുള്ള കാഴ്ചവസ്തുവാക്കി മാറ്റുന്നതിന് ശുദ്ധീകരിക്കുന്ന ചടങ്ങായാണ് മകം കുളിപ്പിക്കൽ ചടങ്ങ് കുറിച്യർ നടത്തുന്നത്. വെളിയൻ, ചന്താടി, ചോമാല, തൊണ്ടി തുടങ്ങിയ പാരമ്പര്യ നെൽവിത്തുകൾ മാത്രമാണ് കുറിച്യ സമുദായം തറവാട്ടുവക സ്ഥലത്ത് കൃഷിയിറക്കുക. ഇങ്ങനെ പാടത്തിറക്കുന്ന നെൽകൃഷിയിൽ പ്രധാനമായും 7 ചടങ്ങുകളാണ് നടത്താറുള്ളത്. വിത്തിടൽ, ഞാറുപറിക്കൽ, വിളനാട്ടി, ചമ്പളൂട്ട്, മകം കുളിപ്പിക്കൽ, കതിര് കയറ്റൽ, കെയ്പിടിക്കൽ എന്ന കൊയ്ത്ത് എന്നീ ചടങ്ങുകൾ പൂർത്തിയാക്കി പുത്തരി ഉത്സവത്തിൽ ദേവിക്ക് സമർപ്പിച്ച പുന്നെല്ല് കുത്തി പുത്തരിക്കോളിന് കുടുംബത്തിലെ എല്ലാവരെയും വിളിച്ച് പായസം വെച്ച് നൽകുന്നതോടെയാണ് നെൽകൃഷിയുടെ ചടങ്ങുകൾ അവസാനിപ്പിക്കുന്നത്. ഒരു കീടനാശിനി ഉപയോഗിക്കില്ല. കീടനാശിനി എന്ന് പറഞ്ഞാൽ കളനാശിനി പോയിട്ട് മരുന്ന് പോയിട്ട് ഒരു സംഭവം ഇതിനകത്ത് ചെയ്യില്ല. നാച്ചുറലായിട്ട് നേരിട്ട് പ്രകൃതി ശുദ്ധീകരിച്ച് കൊടുക്കുന്ന ഒരു ചടങ്ങാണ് നമ്മൾ മകം കുളിപ്പിക്കൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ നെല്ല് നമ്മൾ ഇനി പിന്നെ കതിര് കയറ്റാൻ വരും. കതിര് കയറ്റി കഴിഞ്ഞാൽ നാട്ടിക്ക് വന്നു കഴിഞ്ഞാൽ നാട്ടിൽ കഴിഞ്ഞ് മകം കുളിപ്പിക്കാൻ വന്നു. പിന്നെ കതിര് കയറ്റൽ ചടങ്ങുകൾ നടത്തി അത് കഴിഞ്ഞ് പുത്തരിക്കോളിൽ പോകുമ്പം ഈ നെല്ല് കൊയ്ത് പിന്നെ വളരെ വൃത്തിയോടുകൂടി നല്ല വ്രതത്തോടു കൂടിയുള്ള നെല്ല് കൊത്തി അരിയാക്കി വേണം ദേവിക്ക് പുത്തരിക്കോളിന് അരി ചെരിയാൻ നിവേദ്യം വെക്കുക. സസ്യജാലങ്ങളെയും പ്രകൃതിയെയും സംരക്ഷിച്ചു പോരുന്ന കാടുവാഴികളായ കുറിച്യ സമുദായം മാത്രമാണ് ഇന്ന് ഈ ആചാരം നടത്തുന്നത്. നാടുവാഴികൾ ഈ ചടങ്ങ് ഇപ്പോൾ നടത്തുന്നില്ല എന്നതും ശ്രദ്ധേയമാണ്. ന്യൂസ് ഡെസ്ക്, ദൂരദർശൻ.